സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 60 ചോദ്യങ്ങളാണ് +2 ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന 60 ചോദ്യങ്ങൾ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളവയാണ്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒരു 4-5 സെക്കൻഡുകൾക്ക് ശേഷം ഉത്തരം പറയും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. എത്ര മാർക്ക് കിട്ടി എന്ന് കമ്പയർ ചെയ്യുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര ഏത്? ഓപ്ഷൻ സി, തെക്കേ അമേരിക്കയിലാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ ബി, ഇംഗ്ലണ്ടിൻ്റേതാണ്. യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ദേശീയ പതാക ഇംഗ്ലണ്ടിൻ്റേതാണ് അല്ലെങ്കിൽ ബ്രിട്ടൻ്റേതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ ഡി, ആഫ്രിക്കയാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തെ പരമ്പരാഗത യുദ്ധവീരന്മാരാണ് സാമുറായികൾ? ഓപ്ഷൻ ഡി, ജപ്പാനിലെ പരമ്പരാഗത യുദ്ധവീരന്മാരുടെ പേരാണ് സാമുറായികൾ അല്ലെങ്കിൽ സാമുറായികൾ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ, ആസാമാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ആസാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? ഓപ്ഷൻ എ, പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷമേത്? ഓപ്ഷൻ ഡി, 1956 ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷമാണ് 1956. അപ്പോൾ ഇതേ 1956 LIC സ്ഥാപിതമായ വർഷവും 1956. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏത്? ഓപ്ഷൻ ബി, ജൂൺ 21 ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. അപ്പോൾ ലോക യോഗാ ദിനമായിട്ട് തിരഞ്ഞെടുത്ത ദിവസവും ഈ ജൂൺ 21. കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ അവസാന പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ സി, 2012 ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായ 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 12/2012. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി, അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കലിലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? അഴീക്കൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ സി, മാനസ സരോവർ തടാകമാണ്. ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് മാനസ സരോവർ തടാകം. 13ാമത്തെ ക്വസ്റ്റ്യൻ, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി, കഥകളിയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ, ഡാന്യൂബ് നദിയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലൂടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി.
15ാമത്തെ ക്വസ്റ്റ്യൻ, WWW വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി ടിം ബെർണേഴ്സ്ലി ആണ് WWW വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്ലി. 16ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേട് ഏത്? ഓപ്ഷൻ സി ബുഗ്യാലാണ്. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേടാണ് ബുഗ്യാൽ പുൽമേട്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, മോണയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വൈറ്റമിൻ ഏത്? ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ്. മോണയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എറിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ഡി മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ്. എറിമോളജി മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ത്രിപുരയാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര, അല്ലെങ്കിൽ 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 20ാമത്തെ ക്വസ്റ്റ്യൻ, പീക്ക് XV അല്ലെങ്കിൽ പീക്ക് 15 എന്ന പഴയകാല നാമം ഉണ്ടായിരുന്ന കൊടുമുടി ഏത്? ഓപ്ഷൻ ബി എവറസ്റ്റ് ആണ്. പീക്ക് XV എന്ന പഴയകാല നാമം ഉണ്ടായിരുന്ന കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. 21ാമത്തെ ക്വസ്റ്റ്യൻ, കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? ഓപ്ഷൻ സി പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. കാലിയം എന്നത് പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K ആണ്, K. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏത്? ഓപ്ഷൻ സി ആൻഡീസ് പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് ആൻഡീസ് പർവ്വതനിര. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ഓപ്ഷൻ ബി ഡി ഉദയകുമാർ ആണ്. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏത്? ഓപ്ഷൻ എ ആഗ്നേയശിലയാണ്. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശിലയാണ്, ഇഗ്നിയസ് റോക്കാണ്. ഇനി അതുപോലെ തന്നെ പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നതും ആഗ്നേയശിലയാണ്. പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നതും ആഗ്നേയശിലയാണ്. ശിലകളുടെ മാതാവ് ആഗ്നേയശില. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഓപ്ഷൻ ബി മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ. 27ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷിയും ഗ്രാമവികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ സി 1982 നബാർഡ് സ്ഥാപിതമായ വർഷമാണ് 1982. 28ാമത്തെ ക്വസ്റ്റ്യൻ, വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാളാണ്. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചതെന്ന്? ഓപ്ഷൻ എ 1981 ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിക്ഷേപിച്ച വർഷമാണ് 1981. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975.
30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത കേരള നവോത്ഥാന നായകനാര്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത കേരള നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യമേത്? ഓപ്ഷൻ ബി ജപ്പാനിലാണ് വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായുണ്ടായ മാർജാര നൃത്തരോഗം, മറ്റൊരു പേരാണ് മീനമാതാ രോഗം, ആദ്യമായി കാണപ്പെട്ട രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ഈ മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് ആണ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ആൻഡ്രോയിഡ് ആണ്. ബാക്കിയുള്ള ലിനക്സ്, വിൻഡോസ്, ഉബുണ്ടു ഇവയെല്ലാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്നാൽ ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ സാധാരണ അത് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ഗൂഗിൾ വികസിപ്പിച്ചതാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ ആണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കഴ്സൺ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ പോളോ എന്നതാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ നടന്ന വർഷം 1948. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി അനീമിയ ആണ്. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷമേത്? ഓപ്ഷൻ ഡി 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് 1866 ലണ്ടനിൽ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. അതുപോലെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാന ഉപാധ്യക്ഷനായിരുന്നു മോണ്ടേക് സിംഗ് അലുവാലിയ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉദയംപേരൂർ സുനഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1599 ഉദയംപേരൂർ സുനഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷമാണ് 1599. 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ഡി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ സി ഹിമാദ്രിയാണ്. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രമാണ് ഹിമാദ്രി. അതുപോലെ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയും ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രം ഹിമാദ്രിയുമാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത്? ഓപ്ഷൻ സി ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് ഡാർട്ട് സിസ്റ്റം? ഓപ്ഷൻ എ സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് സിസ്റ്റം. എന്താണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനം? 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? ഓപ്ഷൻ എ
നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ? ഓപ്ഷൻ ഡി, നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ്. കാരണം നമുക്കറിയാം അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്താണ്? NH3 എന്നതാണ് അമോണിയയുടെ കെമിക്കൽ ഫോർമുലയാണ് NH3. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിൽ ഉള്ളത്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? ഓപ്ഷൻ ഡി, VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി VP മേനോൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ സി, 1985 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷമാണ് 1985. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻ എ, ആഗാഖാൻ കൊട്ടാരത്തിലാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്നത്. ആഗാഖാൻ കൊട്ടാരം, പൂനെ. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? ഓപ്ഷൻ ബി, സെറിബ്രമാണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. കാരണം നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. 50ാമത്തെ ക്വസ്റ്റ്യൻ, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഡി, VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ്റെ ആത്മകഥ. 51ാമത്തെ ക്വസ്റ്റ്യൻ, വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി, സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. അലക്കുകാരം എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. എന്നാൽ അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചതാര്? ഓപ്ഷൻ ഡി, പാബ്ലോ പിക്കാസോയാണ്. ഗൂർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? പാബ്ലോ പിക്കാസോ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി, പെരികാർഡിയം എന്നതാണ്. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. പെരികാർഡിയം എന്നതാണ് മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരാണ് പെരികാർഡിയം. 54ാമത്തെ ക്വസ്റ്റ്യൻ, ഫേസ്ബുക്ക് എന്ന ഇൻ്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ സി, മാർക്ക് സക്കർബർഗ് ആണ്. ഫേസ്ബുക്ക് എന്ന ഇൻ്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ ആരാണ്? മാർക്ക് സുക്കർബർഗ്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയായ ഗ്ലോനാസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി, റഷ്യയുടേതാണ്. ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയായ ഗ്ലോനാസ് റഷ്യയുടേത്. 56ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്കാൻഡിനേവിയൻ രാജ്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, സ്പെയിനാണ്. താഴെ പറയുന്നവയിൽ സ്കാൻഡിനേവിയൻ രാജ്യം അല്ലാത്തത് സ്പെയിനാണ്. അപ്പോൾ ബാക്കിയുള്ള സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നിവയെല്ലാം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, ആചാര്യ PC റേ ആണ്. ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആചാര്യ PC റേ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യമേത്? ഓപ്ഷൻ ഡി, ദക്ഷിണ സുഡാനാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ആകെ 193 രാജ്യങ്ങളാണ് ഉള്ളത്.
193ാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ, ഏറ്റവും അവസാനത്തെ അംഗം. 59ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയതാര്? ഓപ്ഷൻ ബി, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്? ഓപ്ഷൻ സി, സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശം, ശുപാർശ അനുസരിച്ച്. ഓക്കെ ഫ്രണ്ട്സ്.